നിലപാടുകൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടുമൊക്കെ കോൺഗ്രസിനെ ഏറെ വെട്ടിലാക്കിയ നേതാവാണ് ശശി തരൂർ എം പി. തുടർച്ചയായി പലപ്പോഴായി മോദി സർക്കാരിനെ കേന്ദ്രത്തെയൊക്കെ പിന്തുണച്ചും പ്രശംസിച്ചുമൊക്കെ ശശി തരൂർ നടത്തിയ പ്രസ്താവനകളൊക്കെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച സർവകക്ഷി സംഘത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കാതിരുന്നിട്ടുകൂടി ശശി തരൂർ ഇടം പിടിച്ചതും വലിയ വിവാദമായിരുന്നു. അപ്പോഴൊക്കെ വലിയ രീതിയിൽ കേന്ദ്രത്തെ വിമർശിക്കാതെ ദേശീയത ഉയർത്തിപ്പിടിച്ചുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു തരൂർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്തെത്തിയത്. അത് തുർക്കിയ ഭൂകമ്പം ഉണ്ടായ സമയത്ത് തുർക്കിക്ക് സാമ്പത്തിക സഹായം നൽകി എന്നതിൻ്റെ പേരിലായിരുന്നു. കേരളം സഹായിച്ചു എന്ന ആ ഒരു പഴയ ഒരു നിലപാടിനെ വിമർശിച്ചാണ് ശശി തരൂർ എത്തിയിട്ടുള്ളത്. 2023 തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാവുകയും അന്ന് 10 കോടി രൂപ കേരളം ധനസഹായം നൽകി സഹായിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന തുർക്കിയുടെ പ്രതികരണം, അതായത് ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാനെ പിന്തുണച്ചുള്ള ഒരു സമീപനമായിരുന്നു തുർക്കിയുടേത്. തുർക്കിയുടെ ആയുധങ്ങളൊക്കെയായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്ത്യ തുർക്കിയ ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു. അപ്പോൾ തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രതികരണം കണ്ട് കേരള സർക്കാർ അന്ന് നടത്തിയ ആ ഒരു തെറ്റായ ഔദാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ചിന്തിക്കുമോ എന്നാണ് തരൂർ എക്സിൽ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴുണ്ടായ ഒരു നയതന്ത്ര സംഘത്തിൽ തരൂർ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള നിലപാടുകളിലൂടെ തരൂർ ചിന്തിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദൗസർ, എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു നയതന്ത്ര നീക്കം? ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? ശശി തരൂരിൻ്റെ ഈ പ്രതികരണം കണ്ടപ്പോൾ ഇദ്ദേഹം ഇത്രയും മണ്ടനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം, അദ്ദേഹം എന്തിനാണ് വിമർശിക്കുന്നത്? കേരളം തുർക്കിക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായത്തെ എന്തിനു വേണ്ടി വിമർശിക്കുന്നത്? 2025 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടൊരു കോൺഫ്ലിക്റ്റിൽ തുർക്കി ഈ പാകിസ്ഥാനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഇത് എപ്പോൾ ഉണ്ടായതാണ് ഈ ഭൂകമ്പം? 2023 കേരളം ഇങ്ങനൊരു സഹായം ചെയ്യുമ്പോൾ 2025 ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അപ്പോൾ തുർക്കി പാകിസ്ഥാനെ സഹായിക്കും, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിക്കണം എന്നാണോ? എന്ന മണ്ടത്തരമാണോ ശശി തരൂർ പറയുന്നത്? അതാണെങ്കിൽ ഇതേ സംഗതി ഇദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ പറയണല്ലോ. കാരണം തുർക്കി ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരളം സഹായിച്ചതിനേക്കാൾ കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് സഹായിച്ചതിനെ കൂടുതൽ ആരാണ് സഹായിച്ചത്? കേന്ദ്രം. സൈന്യത്തെ നേരിട്ട് അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ദോസ്ത് എന്നുള്ള പേരിൽ. അപ്പോൾ അതിനെതിരെ എന്താ അദ്ദേഹം പറയാത്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തുർക്കിയെ കേരളം സഹായിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് 2025 പ്രശ്നത്തെ മുൻനിർത്തി 2023 സഹായത്തെ വിമർശിക്കുന്ന മണ്ടത്തരം. അത് തന്നെ കേരളത്തെ മാത്രം വിമർശിക്കുന്നതിൽ സെലക്റ്റീവ് അപ്രോച്ച്. അതാണ്. ഇനി അതൊക്കെ പോട്ടെ. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് പറഞ്ഞ കാര്യമാണ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും മാനുഷിക സഹായവും ഇതിനെ കൂട്ടിക്കുഴക്കുക എന്ന പരിപാടി ലോകത്ത് മാനവിക ബോധമുള്ള ഒരാളും സ്വീകരിക്കില്ല. ഞാൻ ഒരു കൗതുകകരമായൊരു കാര്യം പറയാം. ഇപ്പോൾ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷ മേഖലയാണ് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം നടക്കുകയാണ്. 2 ആഴ്ച മുമ്പ് അവിടെ ജെറൂസലമിൽ വലിയ കാട്ടുതീ പടർന്ന പ്രശ്നമുണ്ടായല്ലോ. ജെറൂസലമിൽ കാട്ടുതീ പടർന്നു. ഇസ്രായേലിൽ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു, ഔദ്യോഗികമായിട്ട് തന്നെ അഭ്യർത്ഥിച്ചു. ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഈ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ്, ഈ വിമാനങ്ങളൊക്കെ അവിടേക്ക് പറഞ്ഞു. ആ സമയത്ത് ഇസ്രായേലിന് സഹായം വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ഏജൻസികളിൽ ഒന്ന് പലസ്തീൻ അതോറിറ്റിയാണ്. പലസ്തീൻ അതോറിറ്റി ഞങ്ങളുടെ ഫയർ എൻജിൻസ് അങ്ങോട്ട് അയച്ചു തരാം, ഫയർ ഫൈറ്റേഴ്സിനെയും ഫയർ എൻജിൻസിനെയും അയച്ചു തരാം എന്ന് ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ വേണ്ട എന്ന് പറഞ്ഞു. അവർ വേണ്ടെന്ന് പറഞ്ഞ കാരണം ഉണ്ടാകും, സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ആയിരിക്കാം. പക്ഷേ 2021 ഇതേ ജെറൂസലമിൽ കാട്ടുതീ പടർന്നിരുന്നു. അന്ന് ഫലസ്തീൻ്റെ ഫയർ ഫൈറ്റേഴ്സും ഫയർ എൻജിൻസും ആ കാട്ടുതീ കെടുത്തുന്ന ആ ഓപ്പറേഷനിൽ ഇസ്രായേലി സൈനികരോടൊപ്പം പങ്കാളികളാകുകയും അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഔദ്യോഗികമായി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഇത്രയും മോശമായ ബന്ധം നിലനിൽക്കുമ്പോൾ ജെറൂസലമിൽ കാട്ടുതീ ഉണ്ടായി, കത്തട്ടെ എന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇനി ഇപ്പോൾ ശശി തരൂർ പ്രശ്നവൽക്കരിക്കുന്നത് എന്താണ്? ശശി തരൂർ മാത്രമല്ല, ഈ സംഘി ഹാൻഡിലുകളെല്ലാം പ്രശ്നവൽക്കരിക്കുന്നത് തുർക്കിക്ക് കേരളം കൊടുത്ത സഹായം, നരേന്ദ്രമോദി കൊടുത്ത സഹായം അവിടെ നിൽക്കട്ടെ. ചില സംഘി ഹാൻഡിൽ ഇത് ചെയ്യുന്നു, നന്ദി കേട്ടവന്മാർ നമ്മൾ സഹായിച്ചിട്ടും ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തുർക്കിയും നമ്മളുള്ള ബന്ധം നോക്കൂ, ഇപ്പോൾ ആണല്ലോ മോശമാകുന്നത്. ഈ സർവ്വകാലത്തും ബന്ധം മോശമായത് ആരുമായിട്ടാണ്? പാകിസ്ഥാനായിട്ടാണ്. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അതൊരു നല്ല അവസ്ഥയിലായിരുന്നില്ല. ഉണ്ടായ കാലം മുതൽ തന്നെ സംഘർഷാത്മകമായിരുന്നു.
2005 കശ്മീരിൽ വലിയൊരു ഭൂകമ്പം നടക്കുന്നുണ്ട്. കശ്മീർ റീജിയനിൽ, ഇന്ത്യൻ കശ്മീരിലും പാകിസ്ഥാൻ്റെ ഭാഗമുള്ള കാശ്മീരിലും. പക്ഷേ അത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ POKയിലാണ്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പ്രദേശത്താണ്. 75,000 മനുഷ്യരാണ് മരിച്ചത്. അന്ന് 2005 കശ്മീർ ഭൂകമ്പ സമയത്ത് $25 മില്യൺ സഹായമാണ് ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് ചെയ്തത്. 25 മില്യൺ. കാർഗിൽ യുദ്ധം കഴിഞ്ഞ 6ാമത്തെ വർഷം 2005 ഓക്കെ, അതെ, 99 കാർഗിൽ യുദ്ധം നടക്കുന്നത്. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സ് റിലീഫ് സപ്ലൈ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പീസ് മിഷനുമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ബോർഡർ ക്രോസ് ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും സന്ദർഭമായിരിക്കും അത്. 2005 അങ്ങനെ സംഭവിക്കുന്നു. 2010 പാകിസ്ഥാനിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. 1600 ആളുകൾ മരിച്ചു. പാകിസ്ഥാൻ്റെ ഏതാണ്ട് 5/1 പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായ വലിയ ഗുരുതരമായ സാഹചര്യമായിരുന്നു. അന്ന് $5 മില്യൺ സഹായമാണ് ഇന്ത്യ പാകിസ്ഥാന് ചെയ്തത്. പക്ഷേ 2005 2010 അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് എന്ന് സംഘമിത്രങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് 2022 പാകിസ്ഥാനിൽ 2010 വലിയ പ്രളയം ഉണ്ടായി. അന്ന് പാകിസ്ഥാന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്ത ആരാന്നറിയോ? നരേന്ദ്രമോദിയാണ്. പിന്തുണ വാഗ്ദാനം ചെയ്തു. അയാൾക്കുള്ള സഹായം അയക്കാൻ ഇന്ത്യ സന്നദ്ധമായി. പാകിസ്ഥാൻ അത് ഡിക്ലൈൻ ചെയ്തു, അത് വേറെ വിഷയം. പാകിസ്ഥാൻ സഹായം സ്വീകരിച്ചില്ല. പക്ഷേ ഔദ്യോഗികമായി ഇന്ത്യ, പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ് എടുത്ത് പരിശോധിച്ചു ആ സമയത്ത്, പാകിസ്ഥാൻ ജനതയ്ക്ക് ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് സർവ്വ പിന്തുണയും പ്രധാനമന്ത്രി തന്നെ അറിയിക്കുകയും ഔദ്യോഗികമായിട്ട് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ നിരസിച്ചു. ഇനി കാണുക, 2001 ഇന്ത്യയിൽ ഗുജറാത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. ആ സമയത്ത് പാകിസ്ഥാൻ്റെ സഹായം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. 13 ടൺ റിലീഫ് സപ്ലൈസ്, പാകിസ്ഥാൻ്റെ റിലീഫ് സപ്ലൈസ് 13 ടൺ റിലീഫ് സപ്ലൈസ് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് ഗുജറാത്ത് ഭരിക്കുന്ന BJP ആണ്, കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. 2001 എന്ന് പറയുമ്പം 1999 കാർഗിൽ വാറിൻ്റെ അത് മറന്നിട്ടുമില്ല. അപ്പം ഇന്ത്യയെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം മാനുഷിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാനവികമായിട്ടുള്ളൊരു നിലപാടാണ്. ആ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നിതാന്ത ശത്രുക്കളായുള്ള രാഷ്ട്രങ്ങൾ പോലും ശാസ്ത്രവത്തിലായിരിക്കുമ്പോൾ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യ സമുദായത്തിൻ്റെ സ്വഭാവമാണ്. ഇതൊക്കെ അറിയാവുന്ന ആളാണ് ശശി തരൂർ. ഇതൊക്കെ അറിയാവുന്ന ഒരാളായിട്ട് പോലും എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നുള്ളതാണ് ദുരൂഹമായിട്ട്. ആർക്ക് വേണ്ടിയാണ്, ആരുടെ കയ്യടി കിട്ടുക വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്? അദ്ദേഹം ഏത് ക്യാമ്പിലേക്കാണ് യാത്രയ്ക്ക് ചട്ടം കെട്ടിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടത്. ഈ മനുഷ്യൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് ഈ ജാതി ഉഡായിപ്പുകൾ, ഈ ജാതി മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ, സാമാന്യമായ മാനവിക ബോധത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഈ സംഘ പ്രൊഫൈലുള്ള കയ്യടിക്ക് വേണ്ടി പറയുന്നത് കഷ്ടം തന്നെ പറയുള്ളൂ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തെ മലയാളികൾ സ്വീകരിച്ചത് കോൺഗ്രസ്സുകാരെന്നുള്ള നിലക്കല്ല, ഒരു വിശ്വപൗരൻ എന്നുള്ള നിലക്കാണ്. പക്ഷേ വിശ്വക്രൂരൻ്റെ നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ ചെറുപ്പക്കാർക്കിടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയത്? അദ്ദേഹം ഒരു വിശ്വപൗരൻ, ഒരു കോസ്മോപൊളിറ്റൻ ഫിഗർ എന്നുള്ള നിലക്കാണ്. ഈ കോസ്മോപൊളിറ്റൻ ഫിഗർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് ഹിസ്റ്ററിക് നാഷണലിസ്റ്റ് എന്നൊരു അപസ്മാര ദേശീയവാദി എന്ന നിലയിലേക്ക് ഈ മനുഷ്യൻ താഴുകയാണ്. അത് ഏറ്റവും വലിയ ദുരന്തമാർക്കാന്ന് വെച്ചാൽ ശശി തരൂരിന് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, അജിബ് സർ, ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് തരൂരിന് സെലക്റ്റീവ് അംനേഷ്യാണെന്നാണ്. പലതും മറന്നുകൊണ്ട് ഇങ്ങനെ ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെ എന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ശശി തരൂർ? ഇല്ല, ശശി തരൂർ ഉദ്ദേശിക്കുന്നത് BJP ഭരണകൂടം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹം ഏറ്റവും മികച്ച സർക്കാർ സ്പോക്സ് പേഴ്സണായി മാറിയിട്ട് കുറേ അധികം സമയമായി. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ സർക്കാരിൻ്റെ സ്പോക്സ് പേഴ്സണാണ്. ഒരുപക്ഷെ S ജയശങ്കർ പറയാൻ പറ്റാത്ത കാര്യം ശശി തരൂർ പറയുന്നു എന്നേ ഉള്ളൂ. S ജയശങ്കർ ഒരു വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ പഠിക്കുന്ന ചില കാര്യങ്ങൾ ശശി തരൂർ പറയുന്നു എന്നേ ഞാൻ കാണുന്നുള്ളതിന്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തുർക്കിയെ സിംഗിൾ ഔട്ട് ചെയ്യുന്നതെന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അതിൽ. ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൽ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് നിന്നവരുണ്ട്. അപ്പോൾ തുർക്കി എന്തുകൊണ്ട് സിംഗിൾ ഔട്ട് ചെയ്യുന്നത്? തുർക്കി 2019 മുതൽ 2023 വരെയുള്ള UN ജനറൽ അസംബ്ലിയിൽ കശ്മീർ വിഷയം എടുത്ത്
പറയുകയും വോക്കലായി പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുകയും UN-ന്റെ ഇടപെടൽ ക്ഷണിച്ചുകൊണ്ടാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ സംസാരിച്ചത്. അപ്പോൾ ആ 4 വർഷം പ്രശ്നത്തിന് സമാനമായി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും ഇന്ത്യയുടെ നിലപാടിനെതിരാണ്. അത് അത്രയും വോക്കലായിട്ട് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന കാര്യം UN ജനറൽ അസംബ്ലിയിൽ പോയി പറയുകയാണ് തുർക്കി ചെയ്തത്. പക്ഷെ ആ സമയത്താണ്, അതായത് അതാണ് ഏറ്റവും, ഇപ്പോൾ പാകിസ്ഥാന് ഡ്രോൺ നൽകി, പാകിസ്ഥാന് മിസൈൽ നൽകി എന്നുള്ളതല്ല, അതിൽ കൂടുതൽ മിസൈലും ഡ്രോണും ആര് കൊടുത്തിട്ടുണ്ട്? ചൈന കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരായി ഏറ്റവും സ്ട്രോങ് ആയി എവിഡൻ്റായ നിലപാട് സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഈ 2019 മുതൽ 2023 വരെയുള്ള ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഇന്ത്യയിൽ കോവിഡ് മഹാമാരി ഉണ്ടാവുകയും ഇന്ത്യയുടെ 2ാം തരംഗമുണ്ടല്ലോ, സെക്കൻഡ് വേവ് ഓക്സിജൻ കിട്ടാതെ ആളുകൾ പിടഞ്ഞു മരിച്ചൊരു സന്ദർഭമുണ്ട്. അന്ന് ഇന്ത്യക്ക് ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിജൻ നിർമ്മാണ യൂണിറ്റുകളും ഏതാണ്ട് 50,000 ടൺ മരുന്നുകളും ആയിട്ട് അവരുടെ വിമാനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ ദോസ്ത് ചെയ്തതുപോലെ തന്നെ അവർ തിരിച്ചും സഹായിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ 2023 ശേഷം ഈ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടുണ്ട്. കശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ ശക്തമായ നിലപാട്, അതിൽ ഇടപെടരുത് എന്നുള്ള നിലപാട് ഒരു കാരണമായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുർക്കിയെ മാത്രം വിമർശിക്കുന്നത്? തുർക്കിയിൽ നിന്നുള്ള പഴങ്ങൾ ഇറക്കുമതി നിരോധിക്കുന്നു, തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നു, അങ്ങോട്ട് യാത്ര പോരെന്ന് പറയുന്നു, അവരുടെ കമ്പനികളെ എയർപോർട്ട് സർവീസിൽ നിന്ന് വിലക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമുള്ളൊരു സോഫ്റ്റ് ടാർഗറ്റാണ് തുർക്കി എന്നുള്ളതുകൊണ്ടാണ്. കാരണം തുർക്കി ഇന്ത്യ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പരമ്പരാഗതമായ ബന്ധം തന്നെയാണ്. ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ, തുർക്കി എന്ന രാജ്യം ഉണ്ടാകുന്ന മുതൽ ഉള്ള ഒരു ബന്ധം തന്നെയാണത്. അന്നും അതായത് തുർക്കി ആധുനിക തുർക്കി ഉണ്ടാകുന്ന സമയത്തും എന്താണ് അവർക്ക് ഈ കശ്മീർ വിഷയത്തിൽ, ഇന്ത്യ പാക് വിഭജന സമയത്തും കശ്മീർ വിഷയത്തിൽ അവർക്ക് ആ നിലപാട് തന്നെയാണ്. ആ നിലപാട് തുർക്കിയുടെ പരമ്പരാഗത നിലപാടാണ് എർദോഗൻ പറയുന്നത്. അതൊക്കെ ആയിരിക്കും തന്നെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നല്ല ബന്ധം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് തുർക്കിയെ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ തുർക്കിയെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇന്ത്യയുടെയും തുർക്കിയുടെയും ബയലാട്രൽ ട്രേഡ് എന്ന് പറയുന്നത് $10 ബില്യൺ. $10 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. തുർക്കിയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിസ്സാരമായ ഒരു ട്രേഡാണത്. അവിടെ നിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുള്ളൂ, നമ്മുടെ കുറച്ച് സാധനങ്ങളെ അങ്ങോട്ട് നമ്മളും കയറ്റുമതി ചെയ്യുന്നുള്ളൂ. പിന്നെ തുർക്കിയിലേക്കുള്ള ടൂറിസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രം, 3% ആണ് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ. അപ്പോൾ അതേസമയം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറയുന്നത് ചൈനയാണ്. ഈ റീജിയനിലെ ഏറ്റവും വലിയ സപ്പോർട്ടർ ചൈനയാണ്. ഇതേ ചൈന ഇന്ത്യ കൂടി പങ്കാളിയായ ബ്രിക്സ് സമ്മിറ്റിൽ അംഗമാണ്. ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ അംഗമാണ് ചൈന. ഈ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കണം എന്ന് തുർക്കി നേരത്തെ ആവശ്യപ്പെടുന്നുണ്ട്. അത് ആർക്കെതിരെയാണ്? അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എതിരെയാണ്. അതിൻ്റെ കാരണം എന്താണ്? തുർക്കി യൂറോപ്യൻ യൂണിയനിൽ അംഗത്വ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് 10 പതിറ്റാണ്ടുകളായി. അവർ അപേക്ഷ പരിഗണിച്ചിട്ടില്ല. അതേസമയം തന്നെ തുർക്കി എന്താണ്? ഒരു നാറ്റോ അംഗരാജ്യം കൂടിയാണ്. അപ്പോൾ നാറ്റോ അംഗരാജ്യമായ ഒരു രാജ്യം UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കശ്മീർ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നതാണ് ഇന്ത്യക്ക് പ്രശ്നം. കാരണം ഒരു നാറ്റോ അംഗരാജ്യം എന്ന നിലയിൽ, ഒരു യൂറോപ്യൻ രാജ്യം എന്ന നിലയിൽ തുർക്കി അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. ആ ഒരു എതിരഭിപ്രായമാകാം. അതേസമയം ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് എന്ത് ചെയ്യില്ല, തുർക്കിയെ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം അതൊരു നാറ്റോ അംഗരാജ്യമായതുകൊണ്ട് തന്നെ ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ പാശ്ചാത്യ വിരുദ്ധ നിലപാട്, വെസ്റ്റേൺ കൺട്രീസിനോട്, യൂറോപ്പിനോട് അമേരിക്കയോടുള്ള നിലപാട് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. നമ്മളിപ്പോൾ വേറെ കുറേ രാജ്യങ്ങൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇറാൻ, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ തുർക്കി എടുക്കില്ല. ഇങ്ങനെയുള്ള ചില കോംപ്ലക്സിറ്റീസ് ഈ കാര്യത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തുർക്കി ടാർഗറ്റ് എന്ന് വെച്ചാൽ ചൈനയെ അടിച്ചാൽ വേറെ പ്രശ്നം വരും. ഇപ്പം നമ്മൾ പറയുകയാണ് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു, അവർക്ക് ഡ്രോൺ കൊടുത്തു, അവരെ സഹായിക്കുന്നു, അതുകൊണ്ട് ചൈനീസ് ഇറക്കുമതി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും. ചൈനയെ അങ്ങനെ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാനും കഴിയില്ല. കാരണം ചൈന ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമാണ്. അപ്പോൾ തുർക്കി എന്ത് ചെയ്യാം? തുർക്കി ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. അപ്പോൾ ഈ തുർക്കിയെ ആക്രമിക്കുന്നതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടോ? അതില്ലതിനും ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ ആ അഡ്വാൻറ്റേജ് എവിടെയാണ്? ഡൊമസ്റ്റിക് ആയിട്ടാണ്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലാണ്. അതായത് തുർക്കിയെ ഇന്ത്യ ചീത്ത പറയുന്നു, തുർക്കി മോശമെന്ന് പറയുന്നു, തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സീസ് ഫയർ ഒരു അബദ്ധമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരിൽ ബഹുഭൂരിഭാഗം. അവരോട് നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിച്ച് ചോദിക്കുക എന്തിനാ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ പെയിൻ മറക്കാൻ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ആ രോഷം തീർക്കണം. അത് എന്താണ്? തുർക്കിയും അസർബൈജാനുമാണ്.
അസർബൈജാൻ നല്ല 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 കക്ഷിയാണ്. പക്ഷെ അസർബൈജാൻ എന്ന് ചെയ്താൽ ഏത് രാജ്യം എന്ന് ചോദിക്കും. അസർബൈജാൻ എന്ന രാജ്യം കേട്ടിട്ടില്ല ആളുകൾ. തുർക്കി എന്ന് പറഞ്ഞാൽ പിന്നെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ആരെങ്കിലേക്ക് നമുക്ക് ചീത്ത വിളിക്കണം. അത് മറ്റേ വനിതാ സൈനിക നേതാവ് എന്ത് ഖുറൈഷിയാണ്, സോഫിയ ഖുറൈഷി ആവട്ടെ, അവർ ചീത്ത വിളിക്കുക, തുർക്കിയെ തെറി പറയുക, എന്താണ് മൈസൂർ പാക്കിൻ്റെ പേര് മാറ്റുക, അങ്ങനെയുള്ള കലാപരിപാടികൾ കൊണ്ട് ഈ വിഷമം മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ പ്രശ്നം ഇന്ന് കഴിയും. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇന്ത്യ പാക് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ബന്ധമാവും, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. ഇത് ഒതുങ്ങി കഴിയുമ്പോൾ തുർക്കി അവിടെ തന്നെ ഉണ്ടാവും. തുർക്കി എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാവും. അതായത് ആഭ്യന്തരമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നയതന്ത്രത്തെ ഉപയോഗിക്കരുത്. ഇതൊരു അടിസ്ഥാന മര്യാദയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള. നമുക്ക് നമ്മുടെ ആഭ്യന്തരമായ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കരുതി നാളെ അമേരിക്കയെ 4 ചീത്ത വിളിക്കാം എന്ന് ഒരാളും കരുതില്ലല്ലോ. ചൈനയെ 4 തെറി പറയാം എന്നാരും കരുതില്ല, അവരെ ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അതായത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഒന്ന്, ഡൊമസ്റ്റിക് രാഷ്ട്രീയം വേറൊന്ന്, അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നോക്കുക, അദ്ദേഹം വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിൽ ഒന്ന് എടുത്ത് നോക്കുക. അതായത് ഒരു സംഘമിത്രത്തിൻ്റെ എക്സ് ഹാൻഡിൽ പോലെയാണ് അദ്ദേഹം വിദേശകാര്യം സംസാരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം പ്രസംഗിക്കുന്നത് വേൾഡ് ടെലിവിഷൻ ആങ്കേഴ്സിന് മുമ്പിൽ പോയി സംസാരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അട്ടഹസിക്കുന്നു, അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം അലറി വിളിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിദേശകാര്യം പറയുന്നത്. ഒരിക്കലും ഒരു കരിയർ ഡിപ്ലോമാറ്റ് അങ്ങനെ ചെയ്തുകൂടാ, ഒരു വിദേശകാര്യമന്ത്രി അങ്ങനെ ഒട്ടും ചെയ്തുകൂടാ. അപ്പോൾ അത് ആരെ പ്രീതിപ്പെടുത്താനാണ്? അത് ഈ പറയുന്ന ഡൊമസ്റ്റിക് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഈ അബദ്ധങ്ങൾക്കൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ഇനി വരുന്ന സർക്കാരുകളായിരിക്കും. കാരണം ഈ രാജ്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഭരണാധികാരികളെ മാറുന്നുള്ളൂ, സർക്കാരുകളെ മാറുന്നുള്ളൂ, ഈ രാജ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇതൊക്കെ അവർ ഓർത്തെടുക്കും, ഈ കാര്യങ്ങളൊക്കെ അവർ ഓർമ്മ വയ്ക്കും. അപ്പോൾ ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ മോദി സർക്കാരിനെ നമ്മൾ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താറുണ്ട്. അവരുടെ ആഭ്യന്തരമായ ഡൊമസ്റ്റിക് പോളിസികളുടെ പേര് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, പല മാധ്യമങ്ങളും കുറ്റപ്പെടുത്താറുണ്ട്, ചൂണ്ടിക്കാട്ടാറുണ്ട്. പക്ഷേ ഈ ഡിപ്ലോമസി അങ്ങനെ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 12 ഇപ്പോൾ എത്ര വർഷമായി, 15 വർഷമാകുന്നു, ഈ 3 ടൈമിലെയും ഡിപ്ലോമസിയെ കാര്യമായി ആരും വിലയിരുത്തിയിട്ടില്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഡിപ്ലോമസിയെ പറ്റി പലതും പറയാറുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ വിദേശകാര്യം എന്താണ്, അമേരിക്ക എന്താണ് ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ മോദി സർക്കാരിൻ്റെ ഡിപ്ലോമസിയെ പറ്റി കാര്യമായി ആരും വിലയിരുത്തില്ല. അതിൻ്റെ ഒരു കാര്യം, ഇന്ത്യയിൽ അത് ധൈര്യമായിട്ടിരുന്ന് വിലയിരുത്താൻ പറ്റിയ ആളുകളില്ല. ഇനി അങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരുന്ന ആളുകൾ വളരെ പൊടുന്നനെ നിശബ്ദരായിട്ടുണ്ട്, വളരെ പൊടുന്നനെ. ഇപ്പോൾ മലയാളത്തിൽ തന്നെ വിദേശകാര്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിശബ്ദരായിപ്പോയി. എത്രയോ പേർ ഒന്നും സംസാരിക്കാറില്ല, അവർ കോളോ എഴുതാറില്ല, ചാനൽ ചർച്ചകൾ വരാറില്ല, ഒന്നും ചെയ്യാറില്ല. അത് ഭയമാണ്. അപ്പോൾ ആ ഭയം ഗ്രസിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാട്ടാനും വിലയിരുത്താനും ആരും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ തുടരുന്ന ഈ 3 ടേമുകളിലായിട്ട് ഇന്ത്യൻ ഡിപ്ലോമസി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പണ്ഡിതന്മാരായ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഡിപ്ലോമസിക്ക് വരുന്ന തിരിച്ചടികൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടാൻ പോലും ഭയമാണ്, അത് ചൂണ്ടിക്കാട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, മോദി നാളെ പോകും, മോദി സർക്കാർ നാളെ തീരും, ഈ രാജ്യം നിലനിൽക്കണം. ഇത് ചൂണ്ടിക്കാട്ടാൻ ഭയക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് ശരിയെന്ന് ആളുകൾ വിചാരിക്കും, അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഈ രാജ്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് വീണ്ടും അവരെ നേരിടേണ്ടി വരും. യെസ്, എന്തായാലും ശശി തരൂർ കേരളത്തെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ആ പ്രതികരണം അത് പലതും മറന്നുള്ള ഒരു സെലക്റ്റീവ് അംനേഷ്യ എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ മണ്ടത്തരം തന്നെയാണ്. തുർക്കിയെ കേന്ദ്രം സഹായിച്ചതും തിരികെ കേന്ദ്രം സഹായം സ്വീകരിച്ചതുമെല്ലാം ശശി തരൂർ മറന്നോ എന്നത് തന്നെയാണ് ചോദ്യം.